സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കോഴിക്കോട് വടകരയിൽ യുവാവിനെ ഓട്ടോറിക്ഷയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശി ഷാനിഫ് നിസിയാണ് മരിച്ചത്. രാത്രി 10 മണിയോടെ JT റോഡിൽ നിർത്തിയിട്ട ഓട്ടോയിലാണ് യുവാവിനെ ബോധരഹിതനായി കണ്ടത്. നാട്ടുകാർ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇയാളുടെ കയ്യിൽ നിന്ന് സിറിഞ്ച് കണ്ടെത്തി. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് സിദ്ദിഖ് പന്നൂർ ചേരുന്നു. സിദ്ദിഖ്, കഴിഞ്ഞ 3 മാസത്തിനിടെ കോഴിക്കോട് വടകര മേഖലയിൽ മാത്രം സമാനമായ രീതിയിൽ 5ാമത്തെ ദുരൂഹ മരണമാണ്. അതായത് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് 2 യുവാക്കൾ വടകരയിൽ തന്നെ ഇതേ രീതിയിൽ 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അമിതമായ ലഹരി ഉപയോഗമാണ് അതിന് കാരണമെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ യുവാവിൻ്റെയും ഈ ഷാനിഫിൻ്റെയും മരണത്തിന് പിന്നിൽ ലഹരി ഉപയോഗമെന്നാണോ പോലീസിന്റെ കണ്ടെത്തൽ? വളരെയേറെ ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഈ കണ്ണൂർ ആറളം സ്വദേശിയായ ഷാനിഫിനെ ഇന്നലെ രാത്രിയാണ് വടകര JT റോഡില് ഓട്ടോറിക്ഷ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഓട്ടോറിക്ഷയുടെ പിൻ സീറ്റിൽ കമഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് ഷാനിഫിനെ നാട്ടുകാർ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇദ്ദേഹം മരിച്ചിരുന്നു. കണ്ണൂർ സ്വദേശിയായ ഇദ്ദേഹം ഈ വടകര ഭാഗത്തു നിന്നും വിവാഹം കഴിച്ചതാണ്. കല്ലേരിയിൽ നിന്ന് വിവാഹം കഴിച്ച ഇദ്ദേഹം ഈ വടകരയിൽ പുതിയാപ്പിൽ ഭാഗത്ത് വാടക കോട്ടേജിൽ താമസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ വടകരയിൽ ഓട്ടോറിക്ഷ സർവീസ് നടത്തിയിരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് സിറിഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ നിന്ന് രക്തം ഒലിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയുടെ സീറ്റിൽ ഉൾപ്പെടെ രക്തം ഒലിച്ച നിലയിലാണ്. അതോടൊപ്പം മറ്റു ചില ബോട്ടിലുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ലഹരി ഉപയോഗം തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തുടർന്നുള്ള സയന്റിഫിക് റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ളത് വരേണ്ടതുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമിതമായ ലഹരി ഞരമ്പിലേക്കോ മറ്റോ കുത്തിവെച്ചതിന്റെ ഭാഗമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് തൊട്ടടുത്ത ഏതാനും അടുത്ത കാലത്തായിട്ട് തൊട്ടടുത്ത പ്രദേശം, അതായത് ഒഞ്ചിയം ഭാഗത്ത് നെല്ലിശ്ശേരിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കൂട്ടത്തിൽ ഒരാൾ അവശ നിലയിലുണ്ടായിരുന്നു. അന്ന് മരിച്ചത് തോട്ടോളിമീറ്റൽ അക്ഷയ് എന്ന 26 വയസ്സുകാരനാണ്. അതോടൊപ്പം ഓർക്കാട്ടേരി കാളിയത്ത് രൺദീപ് എന്ന 30 വയസ്സുകാരൻ. ഈ 2 പേരും അന്ന് ഈ പറമ്പിൽ മരിച്ച നിലയിലാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുതുരുത്തി ശ്രീരാജിനെ 23 വയസ്സുള്ള ശ്രീരാജിനെ അവശ നിലയിൽ കണ്ടെത്തി. ഇവരെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് അന്ന് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയതും ഒരാളെ അവശ നിലയിൽ കണ്ടെത്തിയതും. ഇവരും അത് തന്നെ ഈ പ്രദേശത്ത് നിന്ന് സിറിഞ്ച് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ പബ്ലിക് സ്റ്റേഡിയത്തിൽ ഒരു യുവാവിനെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് അമിതമായ ലഹരി ഉപയോഗിച്ചതിന്റെ ഭാഗമായി മരിച്ച നിലയിൽ കണ്ടെത്തിയതും അടുത്തിടെയാണ്. ഇത്തരത്തിൽ വടകരയിൽ ഉൾപ്പെടെ താമരശ്ശേരി മേഖലയിലൊക്കെ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ചില മരണങ്ങളിലും വടകര കൊയിലാണ്ടി മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചില മരണങ്ങളിലും ഇത്തരത്തിലുള്ള ചില സംശയങ്ങളെന്നൊക്കെ നാട്ടുകാർ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. നമുക്കിതിൽ മനസ്സിലാവുന്നത് യുവാക്കളെ വലിയ രീതിയിൽ ലഹരി അമിത ഡോസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടൊരു മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ചെറുപ്പക്കാരായ 30 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 35 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ അമിത ഡോസ് ലഹരി കുത്തിവെക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും ലഹരി ഉപയോഗത്തിനിടെ പോലീസ് പിടിച്ചാൽ അല്ലെങ്കിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചാൽ പോലും വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാവുകയും ഇവർ വയലന്റ് ആവുകയും പോലീസ് സ്റ്റേഷനിൽ പോലും വലിയ രീതിയിലുള്ള അക്രമം കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അമിത രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നതിന്റെ ഭാഗമാണ്. യുവാക്കളെ ഇതൊരു വലിയ ബിസിനസ്സാണ്, വലിയൊരു പണം കൊയ്യാനുള്ള ഒരു മാർഗമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയൊരു സംഘം, ഒരു റാക്കറ്റ് തന്നെ ഇതിനായി യുവാക്കളെ വലവീശി ഇവരെ വലിയ രീതിയിൽ ലഹരി ഉപയോഗിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏറെ ഭീതിപ്പെടുത്തുന്ന കാര്യമാണ്. ഈ സമീപ ദിവസങ്ങളിൽ തന്നെയാണ് കോഴിക്കോട് ഒഞ്ചിയം മേഖലയിലെ 2 യുവാക്കളെ സമാനമായ രീതിയിൽ അമിതമായ ലഹരി ഉപയോഗം മൂലം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഷാനിഫ്, കണ്ണൂർ സ്വദേശി ഷാനിഫിന്റെ മരണത്തിന് പിന്നിലും അമിതമായ ലഹരി ഉപയോഗമെന്നാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് ഈ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ നാടിന് വലിയ അപകടം സൃഷ്ടിക്കും. യുവാക്കളുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന കാര്യം പോലീസും തിരിച്ചറിയുക.